നമ്മുടെ വീഡിയോസ് ഇപ്പോൾ കാണുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പെറ്റൂണിയാസും അതുപോലെ ഡബിൾ പെറ്റൽസും ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു പെറ്റൂണിയയുടെ കളക്ഷനാണ് കേട്ടോ. ഡബിൾ പെറ്റൽസിൽ വരുന്ന നാടൻ ടൈപ്പ് പെറ്റൂണിയാണ്. അപ്പോൾ എല്ലാ പെറ്റൂണിയാസിൻ്റെയും പേരെനിക്കറിയില്ല കേട്ടോ, അറിയാമെന്നുള്ളത് പറഞ്ഞു തരാവേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈഡൽ വേവിലെ പിങ്ക് ഹോട്ടാണ് കേട്ടോ. ടൈഡൽ വേവിൽ തന്നെ പിങ്ക് ഹോട്ടുണ്ട്, ചെറി പിങ്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, റെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നതിൽ പിങ്ക് ഹോട്ടാണ് ഈ ഒരു പെറ്റൂണിയ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് കളർ വന്നിട്ടില്ല കേട്ടോ. അടുത്തതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോറൽ പീച്ച് പെറ്റൂണിയാണ് കേട്ടോ. ഇതും നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് ബുഷിയായിട്ട് ഇങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കും കേട്ടോ. എന്നാൽ അത്യാവശ്യം മുകളിലേക്കൊക്കെ പൊങ്ങിപ്പോകുന്ന ഒരു ടൈപ്പ് പെറ്റൂണിയാണ്. നല്ല ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ കോറൽ പീച്ച്. പിന്നെ നമ്മുടെ സ്റ്റാർ ബാൽസോ അല്ല, സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ. നാടൻ സ്റ്റാർ പെറ്റൂണിയാണ്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഉള്ളിലും അതുപോലെ തന്നെ വൈറ്റും ആ ഒരു ഡാർക്ക് പർപ്പിൾ കളറും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കൂടുതലും ഹൈബ്രിഡിനേക്കാളും നമുക്ക് നാടൻ പെറ്റൂണിയാസ് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ആ പെറ്റൂണിയ എപ്പോഴും ഉണ്ടാവാനായിട്ട് നമ്മുടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുമേ. ഇത് വന്നിട്ട് പിങ്ക് കോസ്മോ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം റെയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒത്തിരി ആൾക്കാരുടെ കയ്യിലില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ പിങ്ക് കോസ്മോയുടെ കളക്ഷനുള്ള ആൾക്കാരും ഉണ്ട്. ഇതെന്താ സട്ടിലായിട്ടൊരു പിങ്ക് കളറാണ് കേട്ടോ. ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടൊരു കളറല്ല, സട്ടിലായിട്ടൊരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. ഇത് ഭംഗിയൊക്കെ ഉണ്ട് പൂക്കൾ കാണാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ഡബിൾ പെറ്റൽ ബാൽസമാണ് കേട്ടോ. മേപ്പോട്ട് വിരിഞ്ഞിരിക്കുന്ന നാഗാലാൻഡ് ടൈപ്പാണ്. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ആ ഒരു ഫ്ലവർ. പിന്നെ ഇത് വന്നിട്ട് പുതുതായിട്ട് വിരിഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നമ്മുടെ നാഗാലാൻഡ് ബാൽസം തന്നെയാണ്. മേപ്പോട്ടാണ് കേട്ടോ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നത്. വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഇച്ചിരി കൂടെ വിരിയും. ഇതുമാതിരിയൊക്കെ അതായിട്ട് വരും കേട്ടോ. ഇന്നിപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയതേ ഉള്ളേ. ഇത് നമ്മുടെ കട്ടിങ്സൊക്കെ വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ 2 ദിവസം നമ്മളെ കട്ടിങ്സിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ മാറിപ്പോയപ്പോൾ ഇങ്ങനെയായി നമ്മുടെ കട്ടിങ്സിൻ്റെ അവസ്ഥയൊക്കെ കേട്ടോ. ഇനി ഇത് ഒന്നും കൂടിയൊക്കെ എൻഡ് വെട്ടിയിട്ട് ഒന്നും കൂടെയൊക്കെ നമ്മൾ പോട്ടിൽ വയ്ക്കണം, എന്നാലേ നമുക്ക് ഈ കട്ടിങ്സ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കട്ടിങ്സ് വയ്ക്കുമ്പോൾ നമ്മൾ എന്നും കറക്റ്റായിട്ട് അതിനെ നല്ലതുപോലെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കട്ടിങ്സ് എല്ലാം പിടിച്ച് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന കട്ടിങ്സ് എല്ലാം വേസ്റ്റായി പോവും. അപ്പോൾ 2 ദിവസം എൻ്റെ ശ്രദ്ധ തെറ്റിയപ്പോൾ എൻ്റെ കട്ടിങ്സ് എല്ലാം ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ പിടിച്ചിട്ടില്ല. അപ്പോൾ പിടിക്കാത്തതിനൊക്കെ വെട്ടി മാറ്റണം. ഇത് വന്നിട്ട് നമ്മുടെ കാലിബ്രസ് യെല്ലോ എന്ന് പറയുന്ന പെറ്റൂണിയാണ് കേട്ടോ. ഇതും ഒത്തിരി റെയറാണ്, എല്ലാവരുടെ കയ്യിലും ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു പ്ലാന്റിനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ബുഷി ടൈപ്പിൽ ഇതുപോലെ മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് കട്ടിങ്സ് വെച്ച് പൊടിപ്പിക്കാനായിട്ട് ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൽ സീഡുള്ള ടൈപ്പാണ് ഈ ഒരു പെറ്റൂണിയ കേട്ടോ. നമ്മുടെ ഇതിലൊക്കെ ഞാൻ സീഡ് എടുക്കാനായിട്ട് ഇങ്ങനെ ഫ്ലവർ പോയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കട്ടിങ്സ് വെച്ചിട്ട് ഭയങ്കര ഈസി ആയിട്ട് പിടിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സീഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞത് ഇങ്ങനെ പൂക്കളെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. ഈ ഒരു കാലിബ്രസ് യെല്ലോയുടെ സൈസ് ഇതാണ് കേട്ടോ കൊടുക്കുന്നത്. അറിയാമല്ലോ, ഒത്തിരിയും റെയറായിട്ടുള്ള പീസുകളൊക്കെയാണിത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മിനിമം റേറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. പെറ്റൂണിയാസിൻ്റെ ഒരുപാട് കളക്ഷൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ താഴെ മെസ്സേജ് അയക്കുകയെ. ഇത് നമ്മുടെ കോറൽ പീച്ചാണ് കേട്ടോ. കോറൽ പീച്ച് ഇത് ഇതുപോലെ ഇപ്പോൾ ബുഷിയായിട്ട് നിൽക്കുകയാണ്. സിൽവറിൽ തന്നെ നമുക്ക് 2 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യോ കേട്ടോ താഴെ.